ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ റമലാൻ 2020ൻ്റെ ലാസ്റ്റ് വ്ളോഗാണ് ഇത്. ഇന്നും കൂടി ആയാൽ നമ്മുടെ റമലാൻ 2020ൻ്റെ വ്ളോഗ്സ് കംപ്ലീറ്റ് ആവും. പിന്നെ ഉള്ളത് നോർമൽ വ്ളോഗ്സ്, വീഡിയോസ്, റെസിപ്പീസ് ഒക്കെ ആയിരിക്കും. എല്ലാവരും വീഡിയോസൊക്കെ ഇനി അങ്ങോട്ടും കാണണേ. അപ്പോൾ റമലാൻ ലാസ്റ്റ് ഡേ ഉണ്ടാക്കിയത് ലസാനയാണ്. ചിക്കൻ ലസാന, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ലസാനയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ ലസാന എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ലെയറായിട്ടാണ് ഉണ്ടാക്കുക. വെജിറ്റേറിയൻസിനായാലും നോൺ വെജിറ്റേറിയൻസിനായാലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പം ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കനും ചീസും അതുപോലെ വൈറ്റ് സോസും ഒക്കെ കൂടി ആയപ്പം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആദ്യം പാൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറൊക്കെ വേണമെങ്കിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ ഇതിപ്പം വേവിച്ചിട്ടുള്ള ചിക്കനാണ്, ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇനി അത് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഇനിയിപ്പം ലസാനയ്ക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പം ഒരു പാന് വെച്ചിട്ടുണ്ട്. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചതാണ്. ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നമ്മൾ ചേർക്കുമ്പം വൈറ്റ് സോസ് നമുക്ക് എത്ര വേണോ അതിന് കണക്കായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ബട്ടറിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഇട്ട് മിക്സാക്കി എടുക്കാം. ബട്ടറിന് പകരം ഗീ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെന്താ ചെയ്യേണ്ടത്, ബട്ടർ നന്നായി മെൽറ്റായി വന്നാൽ ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. മൈദ ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി നല്ലൊരു ക്രീമാക്കി എടുക്കാം. അപ്പോൾ മൈദ ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ക്രീമാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ ബട്ടറിലേക്ക് മൈദ ഇട്ട് മിക്സാക്കി എടുക്കുമ്പം ചിലർക്കെങ്കിലും അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ പാലിൽ ഈ മൈദ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അത് ഡയറക്റ്റ് അങ്ങ് ബട്ടറിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം മൈദ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, കുറച്ചൊരു ക്രീമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല്, ഒരു പാക്കറ്റ് പാല് കുറച്ച് കുറച്ചായിട്ട് ആ ഒരു ക്രീം എത്ര വേണോ അതിന് കണക്കായിട്ട് തിക്നെസ് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പം 2 ഗ്ലാസ് പാൽ അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ക്രീമാക്കി എടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം, അത് ചിക്കൻ ഞാനിപ്പം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചത്. അപ്പോൾ ആ ഒരു വെള്ളം കുറച്ചുണ്ട്. അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കേണ്ട, കളയണ്ട. അത് നമ്മൾ ഈ ഒരു ക്രീമിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടും. ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. ബേക്കായി വരുമ്പം അടിപൊളി മണമൊക്കെ ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ അങ്ങനെ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി നല്ലൊരു ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ, റോസ്മേരി, ഹേർബ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കൊന്ന് ചിക്കൻ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കണം. ചിക്കൻ ഒന്ന് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വന്നാൽ ഒരു അരമുറിയോളം ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക്, ആ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഉള്ളി അത്യാവശ്യം ഒന്നങ്ങ് എന്താ പറയുക സോഫ്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ചിട്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കൻ നന്നായി ഇതിലേക്കൊന്ന് മിക്സാക്കി എടുക്കണം. ആ ഒരു ബട്ടറിലും ഉള്ളിയും ഒക്കെ കൂടെ അങ്ങ് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുന്ന പോലെ ആക്കിയെടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വെളുത്തുള്ളീൻ്റെ അല്ലി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മാത്രം, ഇഞ്ചി വേണമെന്നില്ല. എന്നിട്ടെല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ആ ബട്ടറിലൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴുള്ള ആ ഒരു മണമൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, എന്തായാലും ഈ ഒരു ലസാന ഒരുപാട് എരിവുള്ളതായിരിക്കില്ല. അപ്പം ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ ഉപ്പ് നേരത്തെ നമ്മൾ ചേർത്തിട്ടില്ല, കാരണം ചിക്കൻ വേവിക്കുമ്പോൾ ചേർത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പോരാൻ തോന്നുവാണെങ്കിൽ ഇപ്പം കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം.
പിന്നെ കുറച്ച് മല്ലിയില പുതിനയില എന്നിവ ഒന്ന് അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കനും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ഞാനൊന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ലസാനയിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഓരോ ലെയറിലും ചിക്കനും പിന്നെ കുറച്ച് ക്രീമോ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പം രണ്ടും കൂടെ മിക്സാക്കിയിട്ടാണ് ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മിക്സാക്കുമ്പം നമുക്കൊരു എല്ലാത്തിലും ഈവനായിട്ട് ചിക്കനും ആ ഒരു ക്രീമും കിട്ടിക്കോളും. അങ്ങനെ ഇപ്പം ചിക്കൻ വൈറ്റ് സോസുമായിട്ട് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. മിക്സ് ആക്കുമ്പം ഞാനൊരു 1/4 കപ്പ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ തന്നെ. പിന്നെ ഈ ലസാന ഞാൻ ഉണ്ടാക്കുന്നത് സമോസ ഷീറ്റ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ആ ഒരു ഷീറ്റിലാണ്. ഇതല്ലാണ്ട് നമുക്ക് മക്രോണിയിൽ ചെയ്യാം, ബ്രെഡിൽ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റ് വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് വെച്ചിട്ടും അതുപോലെ മക്രോണി വെച്ചിട്ടും ചെയ്യാം. മക്രോണി ആകുമ്പം വേവിച്ചെടുക്കണം ആദ്യം തന്നെ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ഈ സോസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാറ്റി വെച്ചത്, ഒരു 1/4 കപ്പ് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് അങ്ങനെ അങ്ങ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഷീറ്റായിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷീറ്റ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് ഈ ഒരു ട്രേക്ക് കണക്കായിട്ടുള്ള വലിപ്പത്തിൽ തന്നെ ഉണ്ട്. അതെല്ലാം ഇനി വലിപ്പം പോരാന്നുണ്ടെങ്കിൽ ലെവൽ ചെയ്തിട്ട് ഓരോന്നങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ആക്കിയിട്ടുള്ള ആ ക്രീമും ചിക്കനും കുറച്ചങ്ങ് വെച്ച് കൊടുക്കാം. അത് ഒരു ലെയറിൽ കുറച്ചങ്ങ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് എല്ലാ സൈഡിലേക്കും അങ്ങനെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബേക്കായി വരുമ്പം ചീസും ക്രീമും ഒക്കെ ആയി വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില വെറുതെ ഒന്നങ്ങ് മുകളിൽ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഒരു ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ജസ്റ്റ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു ഷീറ്റ് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ആകുന്നില്ലെങ്കിൽ ചെറിയൊരു പീസ് വെച്ച് അങ്ങനെ അങ്ങ് കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത ക്രീമും ചിക്കനും ആയിട്ടുള്ള മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചിക്കൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെയറിലും കുറച്ച് ചീസ് അങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് വിതറി കൊടുക്കണം. പിന്നെ മാക്സിമം ഇതിൽ ഏറ്റവും കൂടുതൽ ചീസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഇലാസ്റ്റിക് പോലെ നമുക്ക് കട്ട് ചെയ്യുമ്പം ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കുറച്ചധികം ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഉള്ള ചീസ് മാക്സിമം അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഷീറ്റ് വെച്ച് കൊടുക്കാം. ഷീറ്റ് ഇപ്പം ചിലത് ചെറുതായിരിക്കും, ചിലത് ആ ഒരു സൈസിൽ കിട്ടും. അപ്പം ചെറുതാണെങ്കിൽ കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ അങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പം ഞാൻ അവിടെ സൈഡിലൊക്കെ 2-3 ഷീറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ചിക്കൻ ക്രീം മിക്സ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മളൊരു ചട്ടിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഷീറ്റ്, പിന്നെ അതിൻ്റെ മുകളിൽ ഫില്ലിങ്, ഷീറ്റ്, പിന്നെ മുകളിൽ ഫില്ലിങ്, ആ ഒരു രീതിയിൽ എത്ര ലെയർ വേണോ അതിന് കണക്കായിട്ട് ഉണ്ടാക്കാം. ഒരു 4-5 ലെയറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ലാസ്റ്റ് ലെയറാണ് ഇതിപ്പോൾ വെക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു 3 ലെയറാണ് ഉണ്ടാക്കിയത്. ഫൈനലി ആ ഒരു ചിക്കൻ ക്രീം മിക്സിലേക്ക് ഞാനിപ്പം കുറച്ച് ചീസും കൂടെ അങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ഷീറ്റ് വെച്ച് അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ഇനി ക്രീമൊന്നും വെക്കണമെന്നില്ല. എന്താ പറയുക, കുറച്ച് ചീസ് അധികം അങ്ങനെ അങ്ങ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു ലെയറിൽ ബാക്കി ഞാൻ ചീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബേക്കായി വരുമ്പം ഈ ചീസ് മെൽറ്റ് ആകുമ്പം അതിൻ്റെ കൂടെ ഈ ഒരു റെഡ് ചില്ലീൻ്റെ കളറ് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതന്നെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇതേപോലെ ലെയറാക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ ഒരു പോളയൊക്കെ ചുട്ടെടുക്കുന്നില്ലേ, അതേപോലെ ചുട്ടെടുത്താൽ മതി. അങ്ങനെ ലസാന ഇതാ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതിങ്ങ് പുറത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം നോമ്പായതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ്, ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചത്. കാരണം ചൂടോട് കൂടിയിട്ട് ആ ഒരു ഇത് തിന്നാനാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇനിയിപ്പം നമുക്കിത് ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലസാന റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്യുകയാണ്. നല്ല ക്രീമി ചീസി ആയിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും പിന്നെ മുകളിൽ വരുന്ന ആ ഒരു ഷീറ്റ് കുറച്ചൊന്ന് ക്രിസ്പി ആവും. അത് ബേക്കായി വരുമ്പോൾ ഒന്ന് ക്രിസ്പി ആവുന്നത്, അത് ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ വരുമ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്കത് ചൂടോടുകൂടി തന്നെ അങ്ങ് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമുക്ക് നാളെ ഇനി ഈദിൻ്റെ വ്ളോഗ് കാണാം. അപ്പോൾ അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.